ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ ലോ ഓഫ് അസംഷൻ ഫോർ ലവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അധികം വളച്ചൊടിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ മൊത്തം കാണുക, ബിക്കോസ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓൾസോ ഈ വീഡിയോൻ്റെ അവസാനം ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷനും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അത് കേൾക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എങ്ങനെ നമുക്ക് ഒരു ട്രൂ ലവ് മാനിഫെസ്റ്റ് ചെയ്യാം? ഞാനിപ്പോൾ പറയുന്നത്, നമുക്ക് കുറേ ലവ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആയിട്ട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കണം, ഒരാൾ ബ്രേക്കപ്പായി പോയി, ഓർ ബ്രേക്കപ്പായി പോയിട്ട് തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഇഷ്യൂസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പാർട്ട്ണറെ അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ? ബിക്കോസ് നമുക്ക് വിട്ടുപോയ ഒരാളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുൾ ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ ആ പേഴ്സൺ തിരിച്ച് വന്നാൽ കൂടെ നമുക്ക് അത് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരാളല്ല, ഒരു ടോക്സിക് പാറ്റേൺ ആണ്, നിങ്ങൾക്കതിൽ ഒരു വാല്യൂ ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ലവ് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായിട്ട് എങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഒരു ലവ് ലൈഫ് ഇപ്പോൾ ഏറ്റവും ചെറിയ ഇപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്, ചെറിയ പിണക്കങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ലവ് ലൈഫിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇൻ കേസ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാം. ബിക്കോസ് നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റിയാലിറ്റിയാണ്. ആൻഡ് നിങ്ങളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒരിക്കലും നമ്മൾ പൊട്ട കാര്യങ്ങൾക്കോ ഒരിക്കലും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ന്യൂ ട്രൂ ലവ്, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ പുതിയൊരു ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ? ഒരിക്കലും നെഗറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവും ഉണ്ട്. സോ നമ്മൾ പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യണ പോലെ നമുക്ക് നെഗറ്റിവിറ്റീനെയും ലോകത്ത് നിന്ന് അട്രാക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ ബാഡ് കർമാസിൽ ചെന്ന് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് എന്തായാലും യൂസ് ചെയ്യുക. ഓക്കെ? സോ ഞാൻ ഓൾറെഡി ലോ ഓഫ് അസംഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് പോയിട്ട് കാണാം. ആൻഡ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എന്താണ് ലോ ഓഫ് അസംഷൻ. സോ ലോ ഓഫ് അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, നമുക്കറിയാം നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ ചിന്തിക്കുന്നതിൽ നമുക്ക് പോസിറ്റീവ് ചിന്തകളും വരാറുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ കൂടുതലും നെഗറ്റീവ് ചിന്തകളും കുറേ ഡൗട്ടുകളും, ഇത് നടക്കുമോ, ഇത് നടക്കില്ലേ, അവർ തിരിച്ചു വരുമോ, തിരിച്ചു വരില്ലേ, ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ല, അങ്ങനെ കുറേ ഡൗട്ട്സ് വെച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ തോട്ട്സിനെ നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ആ റിയാലിറ്റി, നമ്മൾ ആഗ്രഹിച്ചുള്ളൊരു ഡ്രീം റിയാലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ആഗ്രഹിച്ച ഒരു ലവ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ച ഒരു അത്രയും കാര്യം നമുക്ക് ലൈഫിൽ സംഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ്, അത് അനുഭവിക്കുന്നതിനാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നതിന് ആദ്യം നിങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും യൂണിവേഴ്സിന് സെൻഡ് ചെയ്യരുത്. ബിക്കോസ് യു ഷുഡ് ബി ക്ലിയർ. നിങ്ങൾക്കൊരു ലവ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ക്ലിയർ ആയിട്ട് വേണ്ടത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിനോട് തന്നെ പറയുക, എനിക്ക് റിലേഷൻഷിപ്പിൽ സ്നേഹമാണ്, കെയറിങ് ആണ് വേണ്ടത്, ഒരു കൈൻഡായിട്ടുള്ള ഒരാളെയാണ് വേണ്ടത്, എങ്ങനെയായിരിക്കണം എന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആളെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ആളുടെ സംസാരം എങ്ങനെയായിരിക്കണം, ആളെങ്ങനെയായിരിക്കണം, ആളുടെ സ്വഭാവങ്ങളും ആളുടെ ക്വാളിറ്റീസും എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി ചിന്തിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളത് അസ്യൂം ചെയ്യുകയാണ്, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മളെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഫീൽ ചെയ്യുന്നതാണ്, നമുക്കിപ്പോൾ ഒരു സംഭവം നമുക്ക് നേടിക്കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്, നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫീലിംഗ് എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ? അങ്ങനത്തെ ഒരു
സ്റ്റേറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ ഫുൾഫില്ലായി ജീവിക്കുന്നതിനെയാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറഞ്ഞത്. ഇനിയും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റോറി കേട്ടിരുന്നു. ലൈക്ക് ഒരു ലേഡി, ലൈക്ക് റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരു സക്സസ് സ്റ്റോറിയാണ്. സോ ഒരു വുമൺ ആളുടെ ലൈഫിൽ ഒരു സിംഗിളാണ്. സോ ആൾക്കൊരു ലവ് റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യണമായിരുന്നു. ആൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആൾക്ക് അട്രാക്റ്റ് ചെയ്യണമായിരുന്നു. സോ ആൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ഫുൾ ഡേ, ലൈക്ക് ഡെയിലി ഡേയിൽ നമ്മൾ നോർമലി നമ്മുടെ നടക്കുന്ന ഒരു ഡെയിലി ഡേയിൽ ആളുടെ കൂടെ ആളുടെ പാർട്ട്ണർ ഉള്ളതായിട്ട് ആലോചിക്കും. സോ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഇരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോകുമ്പോൾ ചെയ്യുന്നതായിട്ട്, അങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മുടെ കൂടെ നമ്മൾ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ ആളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി. ആൾ അസ്യൂം ചെയ്തു ആൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ അസ്യൂം ചെയ്തു. സോ അത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഇത് എന്ത് പ്രാന്താണ് ചെയ്യുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ അതല്ല ആക്ച്വലി. ഇപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്കങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഒരു ലൈക്ക് സൗത്ത് ഇന്ത്യൻ കുടുംബമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് 1, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ലവ് ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആക്ച്വലി ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനത്തെ ഒരു പേഴ്സണാണ്, എന്നെ ഇങ്ങനെ വേണം ട്രീറ്റ് ചെയ്യണം, ഇങ്ങനെ വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത്രയും ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വയ്ക്കുക, ഒരു മനസ്സിൽ വിചാരിക്കാം. ആൻഡ് വെന്നെവർ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായാലും, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ ഫൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും, എന്തായാലും ഒരു ന്യൂ ലവ് അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരായാലും, ഒരു സിംഗിൾസ് ആയ ആൾക്കാരായാലും, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നോ, ഫോർ എക്സാമ്പിൾ അവർക്ക് എന്നെ ഇഷ്ടമല്ല, അവരെന്നെ ഇഷ്ടപ്പെടുന്നില്ല, അവർ വേറെ ആളുടെ കൂടെ, ലൈക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നിങ്ങളത് ഉടനെ തന്നെ പോസിറ്റീവ് തോട്ട്സായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുകയാണ്, എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ അത്ര നല്ലതല്ല എന്ന് വിചാരിക്കുമ്പോൾ, അല്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോളാണ്. നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ പോസിറ്റീവ് അഫർമേഷൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും ഇല്ലേ? പോസിറ്റീവ് അഫർമേഷൻസ് കുറച്ച് നിങ്ങൾക്ക് ചേരുന്ന കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് എടുക്കുക. ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരു ലവ് ലൈഫിലാണ്, എൻ്റെ ആ ഒരു ലവ് ലൈഫ് ഓൾറെഡി ഉണ്ട്, ആ പേഴ്സൺ എന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഓർ ആ പേഴ്സണിന് എന്നെ തന്നെയാണ് ഇഷ്ടം. ബിക്കോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാണ്ടുള്ള കാരണം എന്താണ്? എന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ഒരു കാരണങ്ങളും ഇല്ല. ഞാൻ അത്രയും ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ അത്രയും കെയറിങ് ആണ്, ഞാൻ അത്രയും ലവബിളാണ്, ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോളാണ്, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ലൈക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നോ ഉടനെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് തോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അത് എപ്പോഴൊക്കെ നമ്മൾ ഹ്യൂമൻസ് ആണ്, നെഗറ്റീവ് തോട്ട്സ് വരും, അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. സോ നമ്മൾ 3D റിയാലിറ്റി, നമുക്കിപ്പോൾ ഉള്ള സർക്കംസ്റ്റൻസസ് 3D റിയാലിറ്റീനെ ഷിഫ്റ്റ് ചെയ്യാൻ, ലൈക്ക് അത് ഇഗ്നോർ ചെയ്യാനുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ടെക്നിക്കാണിത്. നമുക്ക് എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നോ ഇൻസ്റ്റൻ്റ്ലി നമ്മളൊരു പോസിറ്റീവ് തോട്ടായിട്ട് നമ്മളോട് തന്നെ പറയാം. അങ്ങനെ ഒരു 1 വീക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ 3D സർക്കംസ്റ്റൻസസ് ഒക്കെ പിന്നെ അത് ഇഗ്നോർ ആവാൻ തുടങ്ങും, അത് ഇല്ലാണ്ട് തന്നെ ആവാൻ തുടങ്ങും. ബിക്കോസ് നമ്മൾ കൂടുതലും അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ആ ഒരു മെല്ലെ പോസിറ്റീവ് തോട്ട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും തോറും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ സർക്കംസ്റ്റൻസസും അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. സോ എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യുക പോസിറ്റീവ് തോട്ട്സായിട്ട്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്ടിരിക്കുക. അത് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ളതല്ല. ഒരിക്കലും അങ്ങനത്തെ ഉള്ള ബാഡ് കർമാസിൽ നമ്മൾ ചെല്ലരുത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലവ് ലൈഫ് എന്താണോ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ലവ് ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അങ്ങനത്തെ ഒരു ലവ് ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഏത് ദിസ് പേഴ്സൺ ഓർ ബെറ്റർ ദാൻ ദിസ് പേഴ്സൺ, ഏത് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് 1000 മടങ്ങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ഏറ്റവും അതെന്ന് പറയുമ്പോൾ ഒരു പ്യുവർ ജെനുവിൻ, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അത്രയും ജെനുവിൻ, അത്രയും ട്രൂ ലവ് ആണ്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്, അല്ലേ? നമ്മൾ ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ളതോ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളതൊന്നും നമ്മുടെ ഒരു പീസ് ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഒരിക്കലും നമ്മൾ അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് അത് കൂടുതൽ നിങ്ങൾക്ക്
നെഗറ്റിവിറ്റീസ് അട്രാക്റ്റ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ കർമാസിനെ അട്രാക്റ്റ് ചെയ്യും. നിങ്ങൾ എന്താണോ ആക്ഷൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പക്ഷേ ഇഫ് ഒരു ആൾ നമുക്ക് മെൻറ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കത് സമാധാനമാണോ ഉള്ളത്, സന്തോഷമാണോ ഉള്ളത്, അതോ ഇയാളുടെ എന്തോ ഒരു കാര്യം ഇയാളിൽ ചെയ്തിട്ടുള്ള ഏതോ ഒരു കാര്യം മാത്രമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ക്ലിയർ ആയിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഫസ്റ്റേ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഒരു ലവിന് വേണ്ടതെന്ന് ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുക. അത് യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം യൂണിവേഴ്സിനോട്. യൂണിവേഴ്സ്, എനിക്ക് ഇങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്, എനിക്ക് ഇന്ന ക്വാളിറ്റീസിനുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗോഡ് ആയാലും ഏഞ്ചൽസ് ആയാലും യൂണിവേഴ്സിനായാലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്. സോ എനിക്ക് അങ്ങനത്തെ ഒരാളെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സോ ബേസിക്കലി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് എന്നുള്ളതിലാണ്. നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണ്, നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്താണ്. സോ നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് അത്രയധികം സന്തോഷിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ളത് നമ്മൾ അതിനനുസരിച്ച് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളൊരു നിരന്തരം ഒരു കാര്യത്തിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, ഡൗട്ട് അടിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈഫിൽ ലവ് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇയാളെന്നെ വിട്ടുപോകും, ഇയാളെന്നെ ചതിക്കും, ഇയാളെന്നെ വിട്ടുപോകും, നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ റിയാലിറ്റിയിൽ ആ നെഗറ്റിവിറ്റിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ്. സോ അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷനേക്കാൾ ലോ ഓഫ് അസംഷൻ ഏറ്റവും കൂടുതൽ പവർഫുള്ളാന്ന് പറയാൻ കാരണം. എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടോ ഇൻസ്റ്റൻ്റ്ലി പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. എന്നും രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ എണീക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയം, അധികം ആരും ശല്യപ്പെടുത്താതെ നിങ്ങൾ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ച് ഫീൽ ചെയ്യുക. അതിനാണ് ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ കൊടുക്കുന്നത്. ഞാൻ ഒരു ഗോൾഡൻ പോർട്ടൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നും രാത്രി നിങ്ങൾക്ക് കേൾക്കാം, എപ്പോഴാണ് കേൾക്കാൻ തോന്നുന്നത് അത് കേൾക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റായിട്ടും ഞാനൊരു മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ എന്താ മെഡിറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അത് നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഓർ 2 വീക്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഇന്ന ടൈമിലോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നു, കൺസിസ്റ്റൻസിയാണ് കീ. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, എനിക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ചെയ്യുക. ബിക്കോസ് നിങ്ങൾ മെല്ലെ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ സർക്കംസ്റ്റൻസസും അത് മാറുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണോട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തു മറ്റേ ദിവസം ചെയ്തില്ല അങ്ങനെയല്ല. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഒരു ഹാബിറ്റായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ തന്നെ മൈൻഡ് സെറ്റ് തന്നെ ഷിഫ്റ്റ് ആവാൻ തുടങ്ങും. നമുക്ക് അത്രയും അധികം നെഗറ്റിവിറ്റി ഉണ്ട് നമ്മുടെ മൈൻഡിൽ നിന്നുണ്ടെങ്കിൽ മെല്ലെ അത് ക്ലിയർ ആവാൻ തുടങ്ങും. അതിനുള്ള ടൈം നമ്മൾ എപ്പോഴും കൊടുക്കണം. ഓക്കെ, സോ നിങ്ങളത് ചെയ്യും തോറും കൂടുതലും നിങ്ങളുടെ മൈൻഡ് കൂടുതൽ പോസിറ്റീവ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ സർക്കംസ്റ്റൻസസിൽ ചില ആൾക്കാർ റിമൂവ് ആയി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരൊന്നും നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ആൾക്കാരല്ല, മെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ റിയൽ ആയിട്ടുള്ള ആൾക്കാർ ഏതാണ്, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരായെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങുന്ന ടൈം വരും. നിങ്ങൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ളത് നിങ്ങൾക്ക് അലൈൻ ആവുന്ന ആൾക്കാരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവാൻ തുടങ്ങും. സോ എവറി ഡേ നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ കുറച്ച് ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഡീപ്പ് ബ്രെത്ത് എടുത്ത് ശാന്തമായിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മൈൻഡിൽ കാണുക, നിങ്ങൾക്ക് ഈ സംഭവം നടന്നു കഴിഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ കൂടെ. അതൊക്കെ ഒരു മുഖം വേണമെന്നില്ല, സിംഗിൾസ് ആണെന്നുണ്ടെങ്കിലും ഇന്ന പേഴ്സൻ്റെ മുഖം ആവണമെന്നില്ല, ഒരു രൂപമായാലും മതി. ഓർ ആ ഫീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നതായിട്ട് ഓർ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട്, അവർ കൂടെ ഇരിക്കുന്നതായിട്ട്, അവരുടെ കൂടെ ചിലവഴിക്കുന്നതായിട്ട്. സോ അങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ നിങ്ങൾ തന്നെ മനസ്സിൽ ആലോചിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ബുക്ക് എഴുതുകയാണെങ്കിൽ ആൾ കൂടെ ഇരുന്ന് എന്തായിരിക്കും നിങ്ങളുടെ കൂടെ ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആലോചിക്കണം, അസ്യൂം ചെയ്യാണ്. അങ്ങനെ അസ്യൂം ചെയ്യും തോറും നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുക. ആ ഒരു ഫീലിംഗ് കൂട്ടി കൊണ്ട് വരും തോറും നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവുകയാണ്. നിങ്ങൾ ആ ഫീലിങ്ങിൽ അങ്ങോട്ട് ലൈക്ക് എന്താ പറയുക, നിങ്ങൾ അത്രയും മാത്രം അത് ഫീൽ ചെയ്ത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അതാണ് റിയാലിറ്റി എന്ന് കൊണ്ടുവരുന്നതാണ് ആ ഒരു ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്.
സോ ഇനീഷ്യൽ സ്റ്റേജസിൽ ടു ബി ഓണസ്റ്റ് നമുക്ക് കുറച്ച് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ, ഇതിപ്പോൾ ഒരു സിമ്പിൾ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരിക്കും. ഇതിൻ്റെ അപ്പുറത്തൊരു ഞാൻ ക്വാണ്ടം മെഡിറ്റേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എന്തായാലും അത് കാണാം. ബിക്കോസ് അത് നമ്മുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കുറച്ച് ഡേയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടണം. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. സോ ജെനുവിൻ ആയിട്ടുള്ള വിഷസിന് വേണ്ടി യൂസ് ചെയ്യുക. നല്ല ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ലോ ഓഫ് അസംഷൻ എങ്ങനെയാണെന്നുള്ള കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലോ ഓഫ് അസംഷൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ സെറ്റിൽ ആവണമെന്ന് കുറച്ച് ടൈം തരാം. എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അധികം ആരും കുറച്ച് നേരത്തേക്ക് അധികം ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് മാറിയിരുന്ന് കാമായിട്ട് എങ്ങനെയാണോ കംഫർട്ടബിൾ, കിടക്കുകയോ ഇരിക്കുകയോ ചാരി ഇരിക്കുകയോ എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കാമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ ഹാൻഡ്സ്, ലെഗ്സ്, ഷോൾഡേഴ്സ് എല്ലാം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ടെൻഷൻസ്, ഇപ്പോൾ ഐബ്രോസിൻ്റെ ഇടയിലുള്ള ടെൻഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിലീസ് ചെയ്യുക. നിങ്ങളുടെ ജോസ് റിലീസ് ചെയ്യുക. നിങ്ങളുടെ ലെഗ്സ് റിലാക്സ് ആവുന്ന പോലെ ആലോചിക്കുക. മെല്ലെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹാൻഡ്സ്, നിങ്ങളുടെ നെക്ക്, ഷോൾഡേഴ്സ് റിലാക്സ് ആവുന്നു. ഫേസ് റിലാക്സ് ആവുന്നു. നിങ്ങളുടെ ഫുൾ ബോഡി ഇപ്പോൾ റിലാക്സ് ആവുന്നതായിട്ട് ആലോചിക്കാം. ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ആവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറെ ഒന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ റിലാക്സ് ആവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ഇൻഹെയിൽ പറയുമ്പോൾ ഡീപ്പ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക. എക്സ്ഹെയിൽ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ട്സും ഫിയേഴ്സും നെഗറ്റീവ് തോട്ട്സും ഒരു ബ്ലാക്ക് പാർട്ടിക്കിൾസ് പോലെ റിലീസാവുന്നത്, മൗത്തിൽ കൂടെ റിലീസാവുന്നത് ആലോചിക്കുക. അങ്ങനെ റിലീസ് ചെയ്യും തോറും നിങ്ങളുടെ ബോഡി കൂടുതൽ ലൈറ്റായിട്ട് പോസിറ്റീവായിട്ട് കൂടുതൽ കാമായിട്ടാവുന്നത് ആലോചിക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, exhale, inhale, exhale. ഇനി മെല്ലെ നിങ്ങൾക്ക് നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരാം. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബ്രീത്തിങ് റിലാക്സ്ഡ് ആൻഡ് നോർമൽ ആവുകയാണ്. ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിലും റൈറ്റ് ഹാൻഡ് വയറിൻ്റെ അവിടെയായിട്ടും വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ഏതർ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൈൻഡിൽ വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ട്രൂത്ത് എന്ന്, ഇതാണ് ഞാൻ പറയുന്നത് ആണ് സത്യമെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ വിശ്വസിക്കാം. ഓക്കെ, എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവിന് ഡിസേർവിംഗ് ആണ്. ഐ ആം വർത്തി ഓഫ് ലവ്. ഐ ആം വർത്തി ഓഫ് ബ്യൂട്ടിഫുൾ ലവ്. I am worthy of beautiful love. I deserve true genuine love. I deserve true genuine love.
ഞാൻ വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലവ് റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നു. ഐ ഡിസേർവ് ആൻഡ് ഐ എം വർത്തി ഓഫ് ബ്യൂട്ടിഫുൾ, ട്രൂ, ജെനുവിൻ ലവ്. നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നു. ദിസ് ഇസ് ദ ട്രൂത്ത്. ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി. ആ ഒരു ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? ആ ഇമോഷൻസിൽ കുറച്ച് നേരം ഇരിക്കുക. എന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ട് എവിടെയാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മെമ്മറീസ് ഉണ്ടായിരുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ഥലം, അത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ക്ലിയറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരിക. ഒരു പ്ലേസ് ആവാം, ഏതെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാവാം, ഓർ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരിക്കാം, ഓർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകാൻ തോന്നുന്നൊരു സ്ഥലമായിരിക്കാം. എന്താണെങ്കിലും അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ക്ലിയറായിട്ട് കൊണ്ടുവരാം. ഇനി നിങ്ങൾ എന്താണോ അദ്ദേഹത്തിൽ നിന്നിട്ട് ആഗ്രഹിക്കുന്നത്, എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു കോളാണോ, ഒരു ടെക്സ്റ്റാണോ, ഓർ എന്തെങ്കിലും ഒരു കോൺവെർസേഷനാണോ, അവർ നിങ്ങളോട് പറയുന്ന എന്തെങ്കിലും പ്രപ്പോസലാണോ, ഓർ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണോ, ക്ലിയറായിട്ട് ആലോചിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഈ പ്ലേസിലിരുന്ന് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ, ഇവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് അയക്കുന്നതോ, മെസ്സേജ് അയക്കുന്നതോ, ഓർ നേരിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നതോ, അവരുടെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തായാലും നിങ്ങളത് മനസ്സിൽ ആലോചിക്കുക. ഡീറ്റെയിലായിട്ട് എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ പറയാൻ പോകുന്ന മെസ്സേജസും, അവർ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതും, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളും എല്ലാം ക്ലിയറായിട്ട് മൈൻഡിൽ കൊണ്ടുവരിക. കുറച്ച് നേരം ഞാൻ ഈ മ്യൂസിക് പ്ലേ ചെയ്യും. സോ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റായിട്ട് ഡീറ്റെയിലായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എല്ലാ ഫീലിങ്സും, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതും, നിങ്ങൾ എന്താണ് തിരിച്ചു പറയാൻ പോകുന്നതും എല്ലാം നിങ്ങൾക്ക് അവരായിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൊരു ടൈമാണെന്ന് കരുതി ഫീൽ ചെയ്യാം.
ഫീലിങ്ങിൽ കുറച്ച് നേരം കൂടെ ഇരിക്കുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പറയാം, ദിസ് ഇസ് മൈ റിയാലിറ്റി. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഇത് ആണ് എൻ്റെ റിയാലിറ്റി. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലവ് റിലേഷൻഷിപ്പ് തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ് for this extremely beautiful, true, genuine love in my life. I am open and receptive to beautiful, true, genuine love. Thank you universe. Thank you universe. Thank you universe. ഇനി മെല്ലെ നിങ്ങൾക്ക് കൈ കാലുകളൊക്കെ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഫീലിങ്ങിലിരിക്കാം. ബിക്കോസ് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. നിങ്ങൾ ഓൾറെഡി ആ ഫീലിംഗ് യൂണിവേഴ്സിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഒരു ലവ് നിങ്ങൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്കിത് കേൾക്കാം. ഓൾസോ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതുകൊണ്ട് ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാം. എല്ലാ ട്രൂ ജെനുവിൻ ആഗ്രഹങ്ങളും എല്ലാവർക്കും സാധിച്ചെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. സെൻഡിങ് യു ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ട്രസ്റ്റ് ദാറ്റ് യു ഡിസേർവ് ബ്യൂട്ടിഫുൾ ലവ്. എല്ലാവർക്കും ബ്ലെസ്സിങ്സ്.